ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷം SSLC എക്സാം റിസൾട്ടൊക്കെ വന്നു. ഇനി SSLC വിദ്യാർത്ഥികൾ +1 അഡ്മിഷന് വേണ്ടിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് ഇത്. അതായത് ഈ വർഷം +1 അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റ് എപ്പോഴാണ്, അതിൻ്റെ ലാസ്റ്റ് ഡേറ്റ് എപ്പോഴാണ്, കൂടാതെ ഈ വർഷം +1 അഡ്മിഷന് വേണ്ടിയിട്ട് നമ്മൾ ട്രയൽ അലോട്ട്മെൻറ്റിന്, ഫസ്റ്റ് അലോട്ട്മെൻറ്റിന്, സെക്കൻഡ് അലോട്ട്മെൻറ്റിന്, തേർഡ് അലോട്ട്മെൻറ്റിനൊക്കെ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഈ അലോട്ട്മെൻറ്റിൻ്റെയൊക്കെ ഡേറ്റ് എപ്പോഴാണ് എന്നുള്ളതൊക്കെ നമ്മൾ അറിയേണ്ടതുണ്ട്. അതും ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. മാത്രമല്ല ഈ വർഷം +1 അഡ്മിഷന് വന്നിട്ടുള്ള ചില മാറ്റങ്ങളൊക്കെ ഉണ്ട്. അത് എന്തൊക്കെയാണെന്നും അതുപോലെ തന്നെ +1 സീറ്റുകളുടെ എണ്ണം ഈ വർഷം എത്ര ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങളെല്ലാവരും അവസാനം വരെ കാണുക. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. 100% ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ, ഈ വീഡിയോക്ക് താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. എങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന ഇത്തരം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന പുതിയ വീഡിയോസ് യൂട്യൂബിൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതുമാണ്. പിന്നെ മറക്കാതെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം SSLC വിദ്യാർത്ഥികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഉറപ്പായിട്ടും ഈ വീഡിയോ ഉപകാരപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഒരുപാട് സംസാരിച്ചിട്ട് സമയം കളയുന്നില്ല. നമുക്ക് നേരെ ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ ഈ വർഷം +1 അഡ്മിഷൻ, അതായത് +1 പ്രവേശനത്തിനുള്ള ഏകജാലക ഓൺലൈൻ അപേക്ഷാ സമർപ്പണം മെയ് 16 ഡേറ്റിന് സ്റ്റാർട്ട് ചെയ്യും. അവസാന ഡേറ്റ് മെയ് 25 വരെയാണ്. 3 മുഖ്യഘട്ട അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം ജൂൺ 24-ന് +1 ക്ലാസ് തുടങ്ങും. കഴിഞ്ഞ വർഷം +1 ക്ലാസ് ആരംഭിച്ചത് ജൂലൈ 5-നായിരുന്നു. സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റുകളും പൂർത്തിയാക്കി ജൂലൈ 31-ന് പ്രവേശന നടപടികൾ, അതായത് അഡ്മിഷൻ നടപടികൾ അവസാനിപ്പിക്കും. ഈ വർഷം +1 അഡ്മിഷന് വേണ്ടിയിട്ട് ട്രയൽ അലോട്ട്മെൻറ്റ്, ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, സെക്കൻഡ് അലോട്ട്മെൻറ്റ്, തേർഡ് അലോട്ട്മെൻറ്റിനൊക്കെ അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ള ഡേറ്റ് എന്ന് പറയുന്നത് ട്രയൽ അലോട്ട്മെൻറ്റ് ഡേറ്റ് മെയ് 29-നാണ്. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ജൂൺ 5-നാണ്. സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ജൂൺ 12-നാണ്. തേർഡ് അലോട്ട്മെൻറ്റ് ഡേറ്റ് ജൂൺ 19-നാണ്. എന്നിങ്ങനെയാണ് +1 അഡ്മിഷൻ അലോട്ട്മെൻറ്റ് ഡേറ്റൊക്കെ ഷെഡ്യൂൾ ചെയ്ത് വെച്ചിട്ടുള്ളത്. അതുപോലെ ഈ വർഷം +1 അഡ്മിഷന് വന്നിട്ടുള്ള മാറ്റങ്ങൾ ഇങ്ങനെയാണ്. വെയ്റ്റഡ് ഗ്രേഡ് പോയിൻ്റ് ആവറേജ് തുല്യമായി വന്നാൽ അക്കാദമിക മെറിറ്റിന് മുൻതൂക്കം ലഭിക്കുന്ന തരത്തിൽ ഗ്രേസ് മാർക്കുകളില്ലാതെയുള്ള അപേക്ഷകനെ റാങ്കിൽ ആദ്യം പരിഗണിക്കും. പട്ടികവർഗ വികസന വകുപ്പിന് കീഴിൽ 14 മോഡൽ റെസിഡൻഷ്യൽ +1 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ അഡ്മിഷൻ ഈ വർഷം മുതൽ ഏകജാലക സംവിധാനത്തിലൂടെ ആയിരിക്കും. ഒറ്റ അപേക്ഷ ഓൺലൈനായി സ്വീകരിച്ച് അഡ്മിഷൻ സാധ്യമാക്കും. അടുത്തത് ഈ വർഷം +1 സീറ്റുകളുടെ എണ്ണം എത്രയാണ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഹയർ സെക്കൻഡറിയിൽ 4,33,231 സീറ്റുകൾ, VHSCയിൽ 33,030 സീറ്റുകൾ, ITയിൽ 61,429 സീറ്റുകൾ, പോളിടെക്നിക്കിൽ 9,990 സീറ്റുകൾ. എല്ലാ മേഖലകളിലുമായി ആകെ സീറ്റുകൾ 5,37,680 സീറ്റുകളാണ്. മാർജിനൽ സീറ്റ് വർധനയിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 61,759 സീറ്റുകൾ. 124 താൽക്കാലിക ബാച്ചുകളിലൂടെ ലഭ്യമാകുന്ന ആകെ സീറ്റുകൾ 11,965 സീറ്റുകൾ. അധികം ലഭ്യമാകുന്ന സീറ്റുകൾ 73,724 സീറ്റുകളാണ്. മാത്രമല്ല ഈ വർഷം +1 അഡ്മിഷന് വേണ്ടിയിട്ട് അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യുന്ന വിദ്യാർത്ഥികൾ hscap.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ആ വെബ്സൈറ്റ് വഴി നമുക്ക് +1 അലോട്ട്മെൻറ്റിന് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. ഈ വെബ്സൈറ്റ് ലിങ്ക് വീഡിയോക്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അവിടുന്ന് നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. എന്തായാലും +1 അഡ്മിഷനുമായി ബന്ധപ്പെട്ട, അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവച്ചത്. ഇനിയും ഒരുപാട് പുതിയ അപ്ഡേറ്റുകളും വീഡിയോകളൊക്കെ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അത്തരം വീഡിയോസ് നിങ്ങൾക്ക് യൂട്യൂബിൽ പെട്ടെന്ന് ലഭിക്കാൻ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരോടാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഇതുവരെ കണ്ട എല്ലാവരും